ഹായ് ഫ്രണ്ട്സ്, സെബി ചെയർപേഴ്സണെതിരെ ഹിൻഡൻബർഗ് റിസർച്ച് സ്ഥാപനത്തിന്റെ ആരോപണത്തിന്റെ ശരിയും തെറ്റും എന്തു തന്നെയായാലും മാർക്കറ്റിൽ അത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് ഇന്നത്തെ മാർക്കറ്റ് നമ്മൾ വിലയിരുത്താൻ മനസ്സിലാവുക. ഇന്ന് 24,340 എന്ന ഒരു റേഞ്ചിൽ ക്ലോസ് ചെയ്ത നിഫ്റ്റി ഒരു ഘട്ടത്തിൽ 24,212 വരെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തിരുന്നു. ആ സമയത്ത് ഒരു വലിയൊരു ഭയാശങ്ക നിലനിന്നിരുന്നു. വലിയൊരു ക്രാഷിന്റെ സൂചന നൽകിയെങ്കിലും പെട്ടെന്ന് അത് തിരിച്ചുവരവ് നടത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഫൈനലായിട്ട് ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ്. ഉയർച്ചയോ താഴ്ചയില്ലാത്ത ഒരു 0.084 നേരിയൊരു ഇടിവോടിയാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത് എന്ന് നമുക്ക് ആശ്വസിക്കാം. അപ്പോൾ മാർക്കറ്റിൽ ഒരു അലിഖിത നിയമം അനുസരിച്ച് ഒരു കാരണത്തിന്റെ പേരിൽ 2 പ്രാവശ്യം ക്രാഷിന് സാധ്യതയില്ല എന്ന ഒരു അനുമാനമുണ്ട്. അത് എത്രത്തോളം ഫാക്ട് ബേസ്ഡ് ആണ് എന്ന് നമുക്കറിയില്ല. എങ്കിലും ഹിൻഡൻബർഗിന്റെ ആദ്യത്തെ റിപ്പോർട്ട്, അതായത് 2023 ജനുവരിയിൽ വന്ന റിപ്പോർട്ടിൽ അദാനി സ്റ്റോക്കുകളിലെ ഷെൽ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്നിട്ട് സ്റ്റോക്കുകളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു എന്നൊരു ആരോപണം ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതിനിയും അതിൻ്റെ ഒരു 100% വ്യക്തമായിട്ടുള്ള ഉത്തരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2023 ജനുവരിയിൽ നടന്ന ക്രാഷിൽ നിഫ്റ്റിയും ആ ദിവസം റിപ്പോർട്ട് വന്ന ദിവസം വലിയ തോതിൽ ക്രാഷ് ഉണ്ടായിട്ടില്ല. അതായത് 18,183 എന്ന ലെവലിലായിരുന്നു ജനുവരി 24, 2023 നിഫ്റ്റിയുടെ പ്രൈസ്. നെക്സ്റ്റ് ഡേ ജനുവരി 25 അത് 18,093 എന്ന രീതിയിൽ ചെറിയ തോതിലുള്ള ഒരു ഇടിവാണ് ഉണ്ടായത്. പക്ഷേ നെക്സ്റ്റ് ട്രേഡിംഗ് സെഷനിൽ ജനുവരി 27 17,877 എന്ന ലെവലിലേക്ക് നിഫ്റ്റി താണു വരുന്നു. അപ്പോൾ ആ 18,000 ലെവലിൽ നിന്ന് നിഫ്റ്റി താഴോട്ട് വന്നത് ഈ ഒരു ഹിൻഡൻബർഗ് ഇമ്പാക്റ്റ് ആയിരുന്നു. അതിനുശേഷം നീണ്ട 4 മാസം കാത്തു നിൽക്കേണ്ടി വന്നിട്ടുണ്ട് ആ 18,000 ലെവലിലേക്ക് തിരിച്ചു കയറാൻ വേണ്ടിയിട്ട്. മെയ് 2-ാം തീയതിയാണ് പിന്നീട് ആ 18,000 ലെവൽ ബ്രേക്ക് ചെയ്തത്. അതിനുശേഷം പിന്നീട് നിഫ്റ്റി ഒരിക്കലും 18,000 താഴോട്ടേക്ക് പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പഴയ ഹിസ്റ്ററി വെച്ച് നോക്കുമ്പോൾ യഥാർത്ഥത്തിലുള്ള ഒരു ഇമ്പാക്റ്റ് ഇന്നുണ്ടായോ, ഇനി വരാൻ പോകുന്നുണ്ടോ, ഇതൊക്കെ നമുക്ക് പറയാൻ കഴിയുക ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ തീരുമാനങ്ങളെ ആശ്രയിച്ചിരിക്കും. കാരണം നമ്മുടെ ആഭ്യന്തര മാർക്കറ്റിലുള്ള റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സോ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സോ ഈ ഒരു അദാനി സ്റ്റോക്കുകളുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ തോതിലുള്ള ഒരു സെല്ലിങ് നടത്താനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഇവിടെ സാധ്യതയുള്ളത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സാണ്. അപ്പോൾ അവരുടെ തീരുമാനത്തെ ആശ്രയിച്ചിരിക്കും ഇനിയുള്ള ദിവസങ്ങളിലുള്ള നിഫ്റ്റിയുടെ പ്രകടനം. പക്ഷേ ഇന്നത്തെ ദിവസം അദാനി സ്റ്റോക്കുകളിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ, നേരിയ തോതിലെങ്കിലും ഉണ്ടാക്കാൻ ഈ ഒരു റിപ്പോർട്ട് സാധിച്ചിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ ആദ്യത്തെ റിപ്പോർട്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു റിപ്പോർട്ട് വലിയൊരു ഇമ്പാക്റ്റ് അദാനി സ്റ്റോക്കുകൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. യഥാർത്ഥത്തിൽ ഇപ്പോഴുള്ള ഒരു നോർമൽ കറക്ഷൻ മാത്രമാണ് അദാനി സ്റ്റോക്കിൽ നടന്നത്. ചില സ്റ്റോക്കുകളെങ്കിലും ഒരു ബൈങ് ലെവലിലാണ്, അല്ലെങ്കിൽ നമുക്ക് ബൈ ചെയ്യാവുന്ന ഒരവസ്ഥയിലാണെന്ന് കാണാൻ കഴിയും. അപ്പോൾ ഏതൊക്കെയാണ് ആ സ്റ്റോക്കുകൾ നമുക്ക് പരിശോധിക്കാം. R4iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ അദാനി സ്റ്റോക്കുകളുടെ ഒരു പ്രകടനം നോക്കിക്കഴിഞ്ഞാൽ ഗ്രീൻ എനർജി അതുപോലെ അംബുജ സിമെൻറ്റ്, ഈ 2 സ്റ്റോക്കുകളാണ് പച്ച കത്തി നിൽക്കുന്നത്. ബാക്കിയുള്ള 8 സ്റ്റോക്കുകളും ചുവപ്പ് കത്തിക്കൊണ്ടാണ് നിൽക്കുന്നത്. അദാനി ഗ്രീൻ എനർജിയിൽ നേരിയൊരു 0.98% ഒരു മുന്നേറ്റമാണ് ഉണ്ടായത്. അംബുജ സിമെൻറ്റിൽ 0.55% മുന്നേറ്റമാണ് ഉണ്ടായത്. ബാക്കി 8 സ്റ്റോക്കുകൾ റെഡിലാണെങ്കിലും അതിൽ ഏറ്റവും കൂടുതലായിട്ട് കറക്റ്റ് ചെയ്ത 3 സ്റ്റോക്കുകളാണ്. അദാനി എനർജി സൊല്യൂഷൻ 3.7% കറക്റ്റ് ചെയ്തു. അദാനി ടോട്ടൽ ഗ്യാസ് 4.09% കറക്റ്റ് ചെയ്തു. അതുപോലെ അദാനി വിൽമർ 4.17% കറക്റ്റ് ചെയ്തു. അപ്പോൾ വലിയ തകർച്ചയില്ലാതെ നിന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ അദാനി പോർട്ട് 2% ഒരു കറക്ഷൻ ഉണ്ടായത്. NDTVയിലും 2% ഒരു കറക്ഷൻ ഉണ്ടായി. അപ്പോൾ കേവലം 1% ചുറ്റിപ്പറ്റിയുള്ള ഒരു കറക്ഷൻ നടന്നത് അദാനി പവറിലും അദാനി എൻ്റർപ്രൈസസിലും അതുപോലെ ACC സിമെൻറ്റിലുമാണ്. അപ്പോൾ നിഫ്റ്റി ഇൻഡെക്സിൽ അദാനി സ്റ്റോക്കുകൾക്ക് വലിയൊരു വെയിറ്റേജ് ഇല്ലാത്തത് കൊണ്ട് തന്നെ കാര്യമായ പ്രശ്നങ്ങൾ നിഫ്റ്റിയിൽ ഉണ്ടായില്ല. അപ്പോൾ ഏകദേശം 18 മാസങ്ങൾക്ക് മുമ്പ് നേരത്തെ സൂചിപ്പിച്ച 2023 ജനുവരി 24 അദാനി സ്റ്റോക്കുകളിൽ ഷെൽ കമ്പനികൾ ഉപയോഗിച്ച് സ്റ്റോക്ക് മാനിപ്പുലേഷൻ നടക്കുന്നുണ്ടായിട്ടുള്ള ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ട് വന്ന ആ ഘട്ടത്തിൽ അദാനി സ്റ്റോക്കുകളിൽ ഏകദേശം 50% മുതൽ 83% വരെ വമ്പിച്ച ക്രാഷ് നടക്കുകയുണ്ടായി. അപ്പോൾ അന്നത്തെ ആ ഒരു വലിയ തകർച്ചയിൽ നിന്നും അദാനി ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്സ് തിരിച്ച് കയറാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും ഇപ്പോഴും ചില സ്റ്റോക്കുകളെങ്കിലും സ്ട്രഗിൾ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അദാനി എൻ്റർപ്രൈസസ് അന്ന് 1017 എന്ന ലെവലിലേക്ക് താണുപോയിരുന്നു. ഏകദേശം 70% ക്രാഷാണ് അന്ന് ആ സ്റ്റോക്കിൽ സംഭവിച്ചത്. അതിൻ്റെ ആ പഴയ ലെവലിലേക്കും ഏകദേശം 6% താഴെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഇനിയും ആ ലെവലിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത് അദാനി വിൽമർ ആണ്. അത് 573 286 ഏകദേശം 50% ഡ്രോപ്പ് നടക്കുകയുണ്ടായി. പിന്നീട് ഒരു തിരിച്ചുവരവോടുകൂടി 385 ലെവലിലേക്ക് എത്തിയെങ്കിലും ഇപ്പോഴും 33% അതിൻ്റെ ആ ഒരു ഓൾ ടൈം ഹൈയിൽ നിന്നും താഴെയാണ് സ്റ്റോക്കുള്ളത്. മറ്റൊന്ന് അദാനി പവറാണ്. ഇതും 52% കറക്റ്റ് ചെയ്തിരുന്നു. 275 നിന്ന് 132 വരെ പോയിരുന്നു. പക്ഷേ അദാനി പവർ
വൻതോതിലുള്ള ഒരു തിരിച്ചുവരവ് നടത്തുകയും അന്നുണ്ടായിരുന്ന ലെവലിൽ നിന്ന് ഡബിൾ ആയിട്ട് സ്റ്റോക്ക് ഉയരുകയും ചെയ്തു. ഇന്ന് നല്ല ഒരു പ്രൈസ് ലെവലിലാണ് നമുക്ക് അദാനി പവർ കാണാൻ കഴിയുക. ഇതുപോലെ അദാനി പോർട്ട് നോക്കുകയാണെങ്കിൽ 395 എന്ന ലെവലിലേക്ക് സ്റ്റോക്ക് താണു പോയിരുന്നു. ഏകദേശം 48% തകർച്ചയാണ് അന്നുണ്ടായത്. അത് റിക്കവർ ചെയ്യാൻ പിന്നെയും 119 ദിവസം എടുത്തു. മെയ് 23 പഴയ ലെവലിലേക്ക് തിരിച്ചു വന്നത്. എന്നിട്ട് അവിടെ നിന്ന് പിന്നെ ഒരു 100% ഒരു അപ്വേർഡ് മൂവി സ്റ്റോക്ക് നടത്തിയിട്ടുണ്ട്. അങ്ങനെ ആ ഒരു 1534 വരെ ഇപ്പോൾ നമുക്ക് ആ സ്റ്റോക്ക് കഴിഞ്ഞ ദിവസം കാണാൻ കഴിഞ്ഞു. ഇനി അദാനി സൊല്യൂഷൻസ് നോക്കുകയാണെങ്കിൽ അത് ആ സ്റ്റോക്ക് ഏകദേശം 77% ഡ്രോപ്പ് ചെയ്തിരുന്നു. 2726 നിന്ന് 632 എന്നുള്ള ലെവൽ വരെ എത്തിയിരുന്നു. ഇപ്പോഴും അതിൻ്റെ ടോപ്പിൽ നിന്ന് 60% താഴ്ചയിലാണ് ഈ സ്റ്റോക്ക് ഉള്ളത് എന്നും ഇനിയും റിക്കവർ ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇതേപോലെ അദാനി ഗ്രീൻ എനർജി നോക്കുകയാണെങ്കിൽ 1917 നിന്ന് 485 എന്ന പ്രൈസ് ലെവലിൽ വരെ എത്തുകയുണ്ട്. ഏകദേശം 75% ഒരു ഡ്രോപ്പാണെന്ന് സംഭവിച്ചത്. അപ്പോൾ ആ ഒരു പ്രീ ലെവലിലേക്ക് ഇതിന് തിരിച്ചു വരാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. പിന്നീടുള്ളത് അദാനി ടോട്ടൽ ഗ്യാസ് ആണ്. ഇതാണ് ഏറ്റവും വലിയ ഇമ്പാക്റ്റ് അന്നത്തെ റിപ്പോർട്ടോടുകൂടി ഉണ്ടായിട്ടുള്ളത്. 3892 എന്ന ലെവലിൽ നിന്ന് 650 എന്നുള്ള ലെവലിലേക്കുള്ള വമ്പിച്ച ഒരു മൂക്കും കുത്തി വീഴലാണ് എന്ന് നടന്നത്. 83% ക്രാഷാണ് സ്റ്റോക്കിൽ സംഭവിച്ചത്. ഇപ്പോഴും 870 എന്നുള്ള പ്രൈസ് റേഞ്ചിൽ നിൽക്കുന്ന ഈ സ്റ്റോക്ക് 78% താഴെ തന്നെയാണ് ഉള്ളത് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്ന ചില സ്റ്റോക്കുകൾ, പ്രത്യേകിച്ച് അദാനി എന്റർപ്രൈസസ്, അദാനി പോർട്ട്, അദാനി പവർ, അവയൊക്കെ റിക്കവർ ചെയ്തെങ്കിലും അദാനി ടോട്ടൽ ഗ്യാസ്, അദാനി വിൽമർ, അദാനി സൊല്യൂഷൻസ് പോലെയുള്ള സ്റ്റോക്കുകൾക്ക് ഇനിയും തിരിച്ചു വരാൻ കഴിഞ്ഞിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അദാനി സ്റ്റോക്കുകൾ ഇത് കൂടാതെ തന്നെ ACC, അംബുജ, NDTV പോലെ പിന്നീട് അദാനി അക്വയർ ചെയ്ത സ്റ്റോക്കുകളുണ്ട്. അങ്ങനെ മൊത്തം 10 സ്റ്റോക്കുകളുടെ മൊത്തത്തിലുള്ളൊരു പ്രകടനം നമ്മളൊന്ന് വിലയിരുത്തിയാൽ അദാനി എന്റർപ്രൈസസ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ 1.67 എന്നുള്ളത് വളരെ ഹൈ ആണ്. കൂടാതെ സെയിൽസ് ഗ്രോത്ത് ഒരു 12.16% ഒരു ഡിക്ലൈൻ നമുക്ക് കഴിഞ്ഞ വർഷം കാണുന്നുണ്ട്. അതുപോലെ ROEയും ROCയും ഒരു ബിലോ 10% എന്നുള്ള ഒരു ലോ ലെവലിലാണ് കാണുന്നത്. അപ്പോൾ അദാനി എന്റർപ്രൈസസ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് അനുയോജ്യമായ ഒരു സ്റ്റോക്കാണെന്ന് ഇപ്പോൾ തോന്നുന്നില്ല. ഇനി അദാനി പോർട്സ് നോക്കുകയാണെങ്കിൽ അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബിസിനസ് പെർഫോമൻസ് ആണ് നമ്മൾ കാണുന്നത്. ROE ROCയും 10 above ആയിട്ട് കാണുന്നുണ്ട്. പ്രോഫിറ്റ് ഗ്രോത്തും സെയിൽസ് ഗ്രോത്തും 20% മുകളിലും കാണുന്നുണ്ട്. അതുപോലെ നമ്മളിതിൻ്റെ EPS ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ അത് 24.58 നിന്ന് 37.55 ആയിട്ട് ഉയർന്നിട്ടുണ്ട്. അതുപോലെ PE ഇപ്പോഴും അതിൻ്റെ PE റേഷ്യോ ഇപ്പോഴും 32 എന്ന ഒരു നല്ല ഒരു റീസണബിൾ ആയിട്ടുള്ള ലെവലിലാണ് നമുക്ക് കാണുന്നത്. ഇനി അദാനി ഗ്രീൻ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ROC ഒരു 10 താഴെ എന്നുള്ള ഒരു ലോ ലെവലിലാണ് കാണുന്നത്. അതുപോലെ EPS ഗ്രോത്ത് ആണെങ്കിൽ 6.15 നിന്ന് 6.94 എന്നുള്ള ഒരു യാതൊരുവിധ വലിയ വളർച്ചയൊന്നും ഇല്ലാത്ത രീതിയിലാണ് കാണുന്നത്. അതുപോലെ PE റേഷ്യോ ഇപ്പോഴും 200 above ആയിട്ട് ഹൈ PEയിലാണ് ഈ സ്റ്റോക്ക് കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ സ്റ്റോക്ക് നമുക്കിപ്പോൾ പരിഗണിക്കാൻ പറ്റുന്ന ഒരു സ്റ്റോക്കല്ല. എന്നാൽ അദാനി പവർ എന്നുള്ള സ്റ്റോക്ക് വളരെ നല്ലൊരു പെർഫോമൻസ് ആണ് കാണുന്നത്. ROCയും 32-57 എന്ന ലെവലിലെല്ലാം കാണുന്നുണ്ട്. കൂടാതെ 1 year റിട്ടേൺ 140% ആണ്. അതുപോലെ EPS ഗ്രോത്ത് 27 നിന്ന് 54 ആയിട്ട് ഉയർന്നതായിട്ടും കാണാം. അതുപോലെ PE റേഷ്യോ ഇപ്പോഴും 16.68 എന്നുള്ള വളരെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വാല്യുവേഷനിലാണ് നമുക്ക് അദാനി പവർ കാണാൻ കഴിയുക. അംബുജ സിമെൻറ്റ് നോക്കുകയാണെങ്കിലും ഇതേപോലെ നല്ലൊരു പെർഫോമൻസ് ആണ് നമുക്ക് കാണുക. ഇതിൻ്റെ പ്രോഫിറ്റ് ഗ്രോത്ത് 40% എബവ് ആണ്. ROE ROCയും 10 above ആണ് കാണുന്നത്. കൂടാതെ 1 year റിട്ടേൺ 39% ഉണ്ടായിരുന്നു. EPS ഗ്രോത്ത് 13% നിന്ന് അത് 16% ഉയർന്നതായിട്ടും കാണാൻ കഴിയും. PE റേഷ്യോ ഇപ്പോഴും 50 ബിലോ ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. ഇനി അദാനി എനർജി സൊല്യൂഷൻ, അദാനി ടോട്ടൽ ഗ്യാസ്, അദാനി വിൽമർ, ഈ 3 സ്റ്റോക്കുകളും ഫണ്ടമെൻ്റലി വലിയ സ്ട്രഗിൾ നേരിടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ ബിസിനസ് പെർഫോമൻസ്, സെയിൽസ് ഗ്രോത്ത് ആയാലും പ്രോഫിറ്റ് ഗ്രോത്ത് ആയാലും അതേപോലെ തന്നെ ROE ROC നോക്കുകയാണെങ്കിൽ അതേപോലെ EPS ഗ്രോത്ത് നോക്കുകയാണെങ്കിലും എല്ലാം ഒരു ബിലോ ആവറേജ് ആയിട്ട് ഇപ്പോഴും ഒരു വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. അതിൻ്റെ PE റേഷ്യോ 3 സ്റ്റോക്കുകളുടെയും വളരെ ഹൈ ആണ്. ഇപ്പോഴും അതിൻ്റെ റീസണബിൾ ലെവലിലേക്ക് വന്നിട്ടില്ല. പിന്നീടുള്ളത് ACC സിമെൻ്റ് ആണ്. ഇതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പോകുന്നത്. ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ 0.02 മാത്രമുള്ള ഒരു സീറോ ഡെപ്റ്റ് കമ്പനിയാണ്. അതുപോലെ ഇതിൻ്റെ EPS ഗ്രോത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ 47 നിന്ന് 124 ആയിട്ട് ഉയർന്നതായിട്ട് കാണാം. വമ്പിച്ച ഒരു EPS ജമ്പ് നമുക്ക് കാണുന്നുണ്ട്. അതുപോലെ PE റേഷ്യോ ഇപ്പോൾ 21 എന്നുള്ള റീസണബിൾ ലെവലിലാണ് കാണുന്നത്. NDTV ആണെങ്കിൽ അദാനി സ്റ്റോക്കുകളിൽ ഏറ്റവും അധികം വെല്ലുവിളി നേരിടുന്ന ഏറ്റവും അധികം ഫണ്ടമെൻ്റലി വീക്ക് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ് NDTV. അതിൻ്റെ പെർഫോമൻസും വളരെ ബിലോ ആവറേജിലാണ് നമുക്ക് കാണുക. പ്രോഫിറ്റ് ഗ്രോത്തൊക്കെ -1000 എന്നുള്ള ലെവലിലാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ പരാമർശിച്ച ഈ ഒരു 4 സ്റ്റോക്കുകളാണ് അദാനി സ്റ്റോക്കുകൾ ഒരു ബുള്ളിഷായിട്ട് തോന്നുന്ന സ്റ്റോക്കുകൾ. ഒന്ന് അദാനി പോർട്ട്, മറ്റൊന്ന് അദാനി പവർ, അംബുജ സിമെൻറ്റ്, ACC.
അപ്പോൾ ഇതൊന്നും ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല, പക്ഷേ നിങ്ങൾക്ക് ഒരു ഡാറ്റ പ്രൊവൈഡ് ചെയ്തെന്ന് മാത്രം, ഇൻഫോംഡ് ഡിസിഷൻ എടുക്കാനുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കാനുള്ള ഡാറ്റ പ്രൊവൈഡ് ചെയ്തെന്ന് മാത്രം. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.